ഹലോ വെൽക്കം ടു എഡ്രീം ക്ലാസ്സസ്. ഇന്ന് നമ്മൾ പുതിയ ഒരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ. ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് പറയുന്ന പേപ്പറാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇന്ത്യൻ എസ്തെറ്റിക്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് എസ്തെറ്റിക്സ്. എന്താണ് എസ്തെറ്റിക്സ് എന്നുള്ളത് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നോക്കുക, വാട്ട് ഈസ് എസ്തെറ്റിക്സ്. എസ്തെറ്റിക്സ് എന്താണ്? Deals with the beauty, taste, emotional and intellectual responses evoked by literary works. അതായത് ഒരു ലിറ്റററി വർക്ക് നമ്മൾ വായിക്കുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന ഇമോഷണൽ ഫീലിങ്സ്, അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ഇൻ്റലക്ച്വൽ റെസ്പോൺസ്, അതുപോലെ തന്നെ ആ ഒരു പെർട്ടിക്കുലർ വർക്ക് നമുക്ക് തരുന്ന ആ ഒരു ബ്യൂട്ടി, ആ ഒരു ഇമോഷൻസും ഫീലിങ്സിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിനെക്കുറിച്ചിട്ടുള്ള പഠനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എസ്തെറ്റിക്സ് എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഒരു പെർട്ടിക്കുലർ വർക്ക് നമ്മൾ വായിക്കുമ്പോൾ അതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ആ ഒരു ഇമോഷണൽ ഫീലിങ്സും സാറ്റിസ്ഫാക്ഷനും ഒക്കെയാണ് എന്ത് എസ്തെറ്റിക്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ആദ്യമായിട്ട് അതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമ. ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമയാണ്. നോക്കാം, ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഡ്രമാറ്റിക് എലമെൻറ്റ്സ് ഫൗണ്ട് ഇൻ ദ വേദാസ്. അതായത് ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമയ്ക്ക് ഒരു എന്താണ് ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഒറിജിനെ പറ്റിയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് ലഭ്യമല്ല. എങ്കിലും നമുക്ക് എന്താണ് വേദിക് ട്രഡീഷൻസിൽ നിന്നും എന്ത് മനസ്സിലാക്കാൻ സാധിക്കും, ഈ ഒരു ഡ്രാമയെ പറ്റിയിട്ടുള്ള ചില എലമെൻറ്റ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നോക്കാം, അതിലെ ഈ ഒരു ഡ്രാമയെ കുറിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് എന്ന് പറയുന്നത് ഭരതമുനിയുടെ നാട്യശാസ്ത്രമാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? നാട്യശാസ്ത്ര ബൈ ഭരതമുനി എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നതാണ്. നാട്യശാസ്ത്ര ബൈ ഭരതമുനി, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രീറ്റൈസ് ഓൺ ഇന്ത്യൻ ഡ്രാമ. ഇന്ത്യൻ ഡ്രാമയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രീറ്റൈസ് ആയിട്ട് അറിയപ്പെടുന്നത് എന്താണ്? ഭരതമുനിയുടെ നാട്യശാസ്ത്രയാണ്. ദെൻ നോക്കാം, ഗ്രീക്ക് ഇൻവേഷൻ, ഗ്രീക്ക് ഇൻഫ്ലുവൻസ്. അതായത് വെബർ എന്ന് പറയുന്ന ഒരു ക്രിട്ടിക് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഗ്രീക്ക് ഇൻവേഷൻസ് എന്തിന് കാരണമായിട്ടുണ്ട്? ഗ്രീക്ക് ഇൻഫ്ലുവൻസ് ഓൺ ഇന്ത്യൻ ഡ്രാമ. ഇന്ത്യൻ ഡ്രാമയിൽ ഗ്രീക്ക് ഇൻഫ്ലുവൻസിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു ഗ്രീക്ക് ഇൻഫ്ലുവൻസ്? ഇന്ത്യൻ ഡ്രാമ അത്രയും കാലം വരെ, അതായത് ഈ ഒരു ഗ്രീക്ക് ഇൻവേഷൻ നടക്കുന്നത് വരെ എന്താണ് ഇന്ത്യൻ ഡ്രാമ അതിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു നിലനിൽപ്പായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ ഒരു ഗ്രീക്ക് ഇൻവേഷന് ശേഷം എന്താണ് ഗ്രീക്ക് ഇൻഫ്ലുവൻസ് ഇന്ത്യൻ ഡ്രാമകളിൽ ഒരുപാടായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അത് പറയുന്നത് ആരാണ്? ക്രിട്ടിക് ആയിട്ടുള്ള വെബറാണ്. നോക്കാം എന്തൊക്കെയാണ് ഗ്രീക്ക് ഇൻഫ്ലുവൻസ് വന്നിട്ടുള്ളത്. The division of play into acts and scenes, use of chorus, developments of stock characters. അതായത് ഒരു ഡ്രാമയെ ആക്റ്റുകളും സീനുകളുമാക്കി മാറ്റുന്നത്, അതുപോലെ തന്നെ കോറസ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രാമയിൽ നമ്മൾ ഓഡിയൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു കോറസ് ആണ്. അതായത് ആ ഒരു സ്റ്റേജിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതിനെയൊക്കെ കുറിച്ച്, ആ ഒരു ഡ്രാമയെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ഓഡിയൻസിന് പാസ് ചെയ്യുന്നത്, ഓഡിയൻസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ കോറസ് ആണ്. അപ്പോൾ ഈ കോറസ് അതുപോലെ തന്നെ ഈ ഒരു ഡ്രാമയെ ആക്റ്റുകളും സീനുകളും ആക്കിയിട്ടൊക്കെ ഡിവൈഡ് ചെയ്യുന്നതൊക്കെ എന്താണ്? അത് ഗ്രീക്ക് ഇൻഫ്ലുവൻസ് ആണ്. അത്രയും കാലം ഇന്ത്യൻ ഡ്രാമയിൽ എന്തുണ്ടായിരുന്നില്ല? ഇത്തരത്തിലുള്ള ആക്റ്റുകളും സീനുകളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഗ്രീക്ക് ഇൻവേഷനോട് കൂടിയിട്ട് ഇത്തരത്തിലുള്ള ഡിവിഷൻസും അതുപോലെ തന്നെ യൂസ് ഓഫ് കോറസും ഒക്കെ ഇന്ത്യൻ ഡ്രാമയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ദെൻ ഇന്ത്യൻ ട്രഡീഷൻ ആഡഡ് സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ്. പിന്നെ ഒരു ഡിഫറൻസ് പറയുന്നത്, ഇന്ത്യൻ ട്രഡീഷനിൽ സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ്, അതായത് ഗോഡ്സ് ഗോഡസസ് ഒക്കെ എന്താണ് ഇന്ത്യൻ ട്രഡീഷനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് ഡ്രാമയും എന്താണ് മിത്തുകളുമായിട്ടും അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ എലമെൻറ്റ്സുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടാണ് ഡ്രാമകൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യൻ ട്രഡീഷനിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഡിഫറൻസുകൾ നോക്കുക. അതായത് ഈ ഒരു ഗ്രീക്ക് ഡ്രാമയും ഇന്ത്യൻ ഡ്രാമയും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണെന്ന് നോക്കുക. ഫസ്റ്റ് വൺ, ഇന്ത്യൻ ട്രഡീഷൻ ഹാസ് നോ ട്രാജഡീസ്. ഇന്ത്യൻ ട്രഡീഷനിൽ എന്തുണ്ടായിരുന്നില്ല? ട്രാജഡീസ് ഉണ്ടായിരുന്നില്ല. ഗ്രീക്ക് ട്രഡീഷനിൽ നമുക്ക് നോക്കുമ്പോൾ ട്രാജഡീസ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇന്ത്യൻ ട്രഡീഷനിൽ
ട്രാജഡീസ് ഉണ്ടായിരുന്നില്ല. അതായത് ഇന്ത്യൻ ട്രഡീഷൻ, ഇന്ത്യൻ ഡ്രാമാസ് എപ്പോഴും എന്താണ്, ഹാപ്പി എൻഡിങ് ആയിരുന്നു. അപ്പോൾ ഇന്ത്യൻ കോസ്മോളജി, ഇന്ത്യൻ വിശ്വാസം അനുസരിച്ചിട്ട് ഡെത്ത് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, ആ ഒരു ലൈഫിന്റെ എൻഡിങ് അല്ല. അതുകൊണ്ടാണ് ഇന്ത്യയിൽ എന്ത് പറയുന്നത്, ട്രാജഡീസ് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ട്രഡീഷനിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കില്ല, ട്രാജഡീസ് കാണാൻ സാധിക്കില്ല, അത് ഹാപ്പി എൻഡിങ് ആയിരുന്നു. പക്ഷേ ഗ്രീക്ക് ട്രഡീഷനിൽ എന്താണ്, നമ്മൾ ഒരുപാട് ട്രാജഡീസ് അതിനകത്ത് ഉണ്ടായിരുന്നു. ദെൻ 3 യൂണിറ്റീസ്, അതായത് ഈ ഒരു ഗ്രീക്ക് ട്രഡീഷനിൽ 3 യൂണിറ്റീസ് അത് അവർ അത്രയും സ്ട്രിക്റ്റ്ലി ഫോളോവഡ് ആയിരുന്നു. ഈ ഒരു 3 യൂണിറ്റീസ് സ്ട്രിക്റ്റ്ലി ഫോളോവഡ് ഇൻ ഗ്രീക്ക് ട്രഡീഷൻ. അപ്പോൾ എന്തൊക്കെയാണ് ഈ 3 യൂണിറ്റീസ് എന്ന് നോക്കുക. യൂണിറ്റി ഓഫ് ടൈം, യൂണിറ്റി ഓഫ് പ്ലേസ് ആൻഡ് യൂണിറ്റി ഓഫ് ആക്ഷൻ. അതായത് യൂണിറ്റി ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ട്രഡീഷനിൽ ഒരു പെർട്ടിക്കുലർ പ്ലേ ഇറ്റ് ഷുഡ് ഹാപ്പൻ വിത്തിൻ 24 hours. അതായത് 24 hours എന്തായിരിക്കണം, ആ ഒരു നടക്കുന്ന കാര്യങ്ങളെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഡ്രാമയായിട്ട് അവതരിപ്പിക്കാൻ പാടുള്ളൂ. അത് സ്ട്രിക്റ്റ്ലി ഫോളോവഡ് ആയിരുന്നു എവിടെ, ഗ്രീക്ക് ട്രഡീഷനിൽ. പക്ഷേ ഇന്ത്യൻ ട്രഡീഷനിലാണെങ്കിൽ എന്താണ്, ഇയേഴ്സ് ഓഫ് ലൈഫാണ് അല്ലേ, ഒരുപാട് വർഷങ്ങളുടെ ആ ഒരുപാട് കാലഘട്ടങ്ങൾ നമുക്കൊരു സിംഗിൾ ഡ്രാമയിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഗ്രീക്ക് ട്രഡീഷനിൽ എന്താണ്, 24 hours നടക്കുന്ന കാര്യങ്ങളെ അവർക്ക് എന്ത് ചെയ്യാൻ പാടുണ്ടായിരുന്നുള്ളൂ, ഡ്രാമയിൽ അവതരിപ്പിക്കാൻ പാടുള്ളൂ. ദെൻ യൂണിറ്റി ഓഫ് പ്ലേസ്, അതായത് ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ മാത്രം നടക്കുന്ന ഡ്രാമയാണ് അവർക്ക് അവതരിപ്പിക്കാൻ പാടുള്ളൂ. അതായത് ഒരു രാജ്യത്ത് നടക്കുന്ന കാര്യമാണെങ്കിൽ ആ ഒരു രാജ്യത്തെ കാര്യങ്ങൾ മാത്രം അവിടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യൻ ഡ്രാമയിൽ നമുക്ക് കാണാൻ എന്ത് സാധിക്കും, ഏർത്ത്ലി എലമെന്റ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അപ്പോൾ അതേ പിന്നെ ആ ഒരു ഡ്രാമയിൽ നമുക്ക് എന്തും കാണാൻ സാധിക്കും, ഹെവൻലി ആയിട്ടുള്ള സ്വർഗത്തിലുള്ള രംഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ഇപ്പോൾ ഒരു ഡ്രാമയിൽ ദേവേന്ദ്രനൊക്കെ എൻ്റർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ലോകത്ത് നടക്കുന്ന, വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഹെവനിൽ നടക്കുന്ന കാര്യങ്ങളും എന്താണ്, നമുക്ക് ഇന്ത്യൻ ട്രഡീഷനിൽ കാണാം. പക്ഷേ ഇവിടെ ഗ്രീക്ക് ട്രഡീഷനിൽ യൂണിറ്റി ഓഫ് പ്ലേസ് എന്താണ്, അവർ സ്ട്രിക്റ്റ്ലി ഫോളോവഡ് ആയിരുന്നു. അതുപോലെ തന്നെ യൂണിറ്റി ഓഫ് ആക്ഷൻ, അതായത് ഒരു സെൻട്രൽ പ്ലോട്ട്, അതായത് ഒരു കാര്യത്തിന് ഒരു സെൻട്രൽ പ്ലോട്ട് ഉണ്ടായിരിക്കും. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആ ഒരു കഥയിൽ ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് ഒരു പെർട്ടിക്കുലർ സ്റ്റോറി മാത്രം, അതിൽ മറ്റൊരു സ്റ്റോറി സബ് പ്ലോട്ടുകളൊന്നും ഉണ്ടാവാൻ പാടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് 3 യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഗ്രീക്ക് ഡ്രാമയെ സംബന്ധിച്ച് 3 യൂണിറ്റീസ് ഇതാണ്. യൂണിറ്റി ഓഫ് ടൈം, പ്ലേസ്, ആക്ഷൻ. ടൈം എന്ന് പറയുമ്പോൾ 24 hours ആണ്. പ്ലേസ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ മാത്രം, മറ്റൊരു പ്ലേസിലേക്ക് ഈ ഡ്രാമ ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ആക്ഷൻ എന്ന് പറയുമ്പോൾ സെൻട്രൽ പ്ലോട്ട് മാത്രമേ പാടുള്ളൂ, സബ് പ്ലോട്ടുകൾ അനുവദനീയമായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഈ ഒരു ഗ്രീക്ക് ഡ്രാമയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ 3 യൂണിറ്റീസ് ഗ്രീക്ക് ഡ്രാമയിലാണ് കാണാൻ സാധിക്കുന്നത്. ബട്ട് were നോട്ട് സ്ട്രിക്റ്റ്ലി ഒബ്സർവ്ഡ് ഇൻ ഇന്ത്യൻ ഡ്രാമ. ഇന്ത്യൻ ഡ്രാമയിൽ എന്താണ്, നമുക്ക് ഇത് കാണാൻ സാധിക്കില്ല. ഈ 3 യൂണിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കില്ല. ദെൻ എന്താണ് കേട്ടോ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് ഗ്രീക്ക് ഇൻഫ്ലുവൻസ് നമുക്ക് ഇന്ത്യൻ ഡ്രാമയിൽ കാണാൻ സാധിക്കും, പക്ഷെ ഒരുപാട് ഡിഫറൻസുകളും നമുക്ക് അതുപോലെ തന്നെ കാണാൻ സാധിക്കും. അതിൽ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, ഈ 3 യൂണിറ്റീസ് വി കനോട്ട് സീ ഇറ്റ് ഇൻ ഇന്ത്യൻ ഡ്രാമാസ്. ഓക്കെ, ഡാൻസ് ആൻഡ് സോങ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ ഇന്ത്യൻ ഡ്രാമ, നോട്ട് ഫൗണ്ട് ഇൻ ഗ്രീക്ക്. അതായത് ഇന്ത്യൻ ഡ്രാമയിൽ ഡാൻസുകളും സോങ്ങുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പക്ഷേ ഗ്രീക്ക് ഡ്രാമയിൽ നമുക്ക് സോങ്സും ഡാൻസസും നമുക്ക് കാണാൻ സാധിക്കില്ല. And the last one is Buddhist and Jain traditions can be observed in Indian drama. അതായത് ബുദ്ധിസം, അത് ജൈനിസം, ഇതിൻ്റെയൊക്കെ ആ ഒരു പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ട്രഡീഷൻസ് നമുക്ക് എന്തിൽ കാണാൻ സാധിക്കാറുണ്ട്, ഇന്ത്യൻ ഡ്രാമയിൽ കാണാൻ സാധിക്കാറുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ഇളങ്കോവടികളുടെ ചിലപ്പതികാരം. അതിൽ 4th ബ്ലോക്കിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും, ഈ ഒരു ജൈനിസത്തിൻ്റെയും ബുദ്ധിസത്തിൻ്റെയൊക്കെ എലമെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് എന്ത് ഇന്ത്യൻ ഡ്രാമയെക്കുറിച്ച്, ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഇന്ത്യൻ എസ്തെറ്റിക്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ. എസ്തെറ്റിക്സ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ എസ്തെറ്റിക്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് യൂണിറ്റിലെ എന്താണ് ആ ഫസ്റ്റ് ടോപ്പിക്കാണ് എന്ത്, ഈ ഒരു ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമ. അതിൽ നമുക്ക് എന്താണ് ആ ഒരു ഗ്രീക്ക് ഇൻഫ്ലുവൻസ്, വെബറാണ് അത് പറഞ്ഞിട്ടുള്ളത്, ഗ്രീക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളത്. എന്താണ് ഈ പിന്നെ ഇത്രയാണ് നമ്മൾ
ഫസ്റ്റ് യൂണിറ്റിൽ പറയുന്നത്, അതായത് ഇന്ത്യൻ എസ്തെറ്റിക്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഗ്രീക്ക് ഇൻഫ്ലുവൻസ് ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് വെക്കുക. ഗ്രീക്ക് ഇൻഫ്ലുവൻസിൽ സിമിലാരിറ്റീസും ഉണ്ട്. അതുപോലെ തന്നെ ഗ്രീക്കിൽ നിന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ. അഡോപ്റ്റ് ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ആക്റ്റുകളും സീനുകളുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, കോറസിൻ്റെ യൂസ്, അതുപോലെ തന്നെ സ്റ്റോക്ക് ക്യാരക്ടേഴ്സ്, ഇതൊക്കെ എന്താണ് ഗ്രീക്കിൽ നിന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഗ്രീക്കിന് ട്രാജഡീസ് ഉണ്ട്, നമുക്ക് ട്രാജഡീസ് ഇല്ല. അതുപോലെ തന്നെ ഇന്ത്യൻ ട്രഡീഷനിൽ എന്താണ് സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ 3 യൂണിറ്റീസ് അതെന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അത് ഗ്രീക്ക് ട്രഡീഷനിൽ സ്ട്രിക്റ്റ്ലി ഫോളോഡ് ആയിരുന്നു. ബട്ട് ഇൻ ഇന്ത്യൻ ട്രഡീഷൻ വി cannot observe it in Indian tradition. Then dance and songs are important in Greek tradition. അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് ആൻഡ് ജൈൻ ട്രഡീഷൻസ് can be also observed in Indian tradition. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് ഈസ് സാൻസ്ക്രിറ്റ് ഡ്രാമ. നോക്കാം. A dramatic work's purpose was to provide not just entertainment but instruction, wealth, justice and spiritual liberation. അതായത് ഇന്ത്യൻ സാൻസ്ക്രിറ്റ് ഡ്രാമയുടെ ആ ഒരു എയിം എന്ന് പറയുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നത്, ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് പ്ലഷർ. എൻ്റർടൈൻമെൻറ്റും പ്ലഷറും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഇന്ത്യൻ ഡ്രാമയുടെ എയിമായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ എന്തൊക്കെയാണ്? To provide not just entertainment but instruction, wealth, justice and spiritual liberation. അതായത് ഒരാൾക്ക് ഇൻസ്ട്രക്ട് ചെയ്യുക, അയാൾക്ക് ഒരുപാട് അറിവുകൾ നൽകുക, അതുപോലെ തന്നെ വെൽത്ത്, അയാളുടെ ജസ്റ്റിസ്, അതുപോലെ തന്നെ സ്പിരിച്വൽ ലിബറേഷൻ, ഇതൊക്കെ ഒരാൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമയുടെ ഒരു അറ്റ്മോസ്റ്റ് എയിം എന്ന് പറയുന്നത്. നോട്ട് ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് പ്ലഷർ, എൻ്റർടൈൻമെൻറ്റും പ്ലഷറും മാത്രമായിരുന്നില്ല. ഇത് പറഞ്ഞിട്ടുള്ളത് ഭരതമുനിയാണ്. അദ്ദേഹത്തിൻ്റെ നാട്യശാസ്ത്രത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതായത് ഡ്രാമയുടെ അറ്റ്മോസ്റ്റ് എയിം എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റും പ്ലഷറും മാത്രമല്ല, പിന്നെ എന്തൊക്കെയാണ്? ഇൻസ്ട്രക്ഷൻ, വെൽത്ത്, ജസ്റ്റിസ് ആൻഡ് സ്പിരിച്വൽ ലിബറേഷൻ. ഇത് പറഞ്ഞിട്ടുള്ളത് ഭരതമുനിയാണ് അദ്ദേഹത്തിൻ്റെ നാട്യശാസ്ത്രത്തിൽ. ഇനി നോക്കാം. ഡസ് നോട്ട് ഹാവ് ട്രാജിക് എൻഡിങ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ, കഴിഞ്ഞ ടോപ്പിക്കിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമയിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കില്ല? ട്രാജിക് എൻഡിങ് കാണാൻ സാധിക്കില്ല. കാരണം എന്താണ്? ഇന്ത്യൻ കോസ്മോളജി പ്രകാരം ഡെത്ത് ഈസ് നോട്ട് ദ എൻഡ്. അതായത് മരണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എൻഡിങ് അല്ല. അതെന്താണ്? സ്പിരിച്വൽ ലിബറേഷൻ ഫ്രം ദ സൈക്കിൾ ഓഫ് ലൈഫ്. അതായത് ജീവിതത്തിൻ്റെ ആ ഒരു സൈക്കിളിൽ നിന്നുമുള്ള സ്പിരിച്വൽ ലിബറേഷനെയാണ് ഇന്ത്യൻ കോസ്മോളജി പ്രകാരം എന്തായിട്ട് കണക്കാക്കുന്നത്? ഡെത്ത് ആയിട്ട് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യൻ ട്രഡീഷനിലെ, ഇന്ത്യൻ ഡ്രാമാസിലെ നമുക്ക് എന്ത് കാണാൻ സാധിക്കാത്തത്? ഈ ഒരു ട്രാജഡീസ് കാണാൻ സാധിക്കാത്തത്. നോക്കാം. രസ. ഇനി പറയുന്നത് എന്താണ് രസ തിയറി എന്നുള്ളതാണ്. ഓഡിയൻസസ് റിഫൈൻഡ് ഇമോഷണൽ റെസ്പോൺസ് ഇവോക്ഡ് ബൈ ദ പ്ലേ. രസ എന്ന് പറഞ്ഞാൽ ഓഡിയൻസിൻ്റെ എന്താണ്? ഇമോഷണൽ റെസ്പോൺസ് ആണ്. ഒരു പെർട്ടിക്കുലർ പ്ലേ നമ്മൾ കാണുമ്പോൾ അതിൽ നിന്നും ആ ഒരു ഓഡിയൻസിന് ലഭിക്കുന്ന, അത് കാണുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഇമോഷണൽ റെസ്പോൺസിനെയാണ് എന്ത് പറയുന്നത്? രസ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രസ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് വിഭാവ, അനുഭാവ, വ്യഭിചാരി ഭാവ ആൻഡ് സ്ഥായി ഭാവ. ഇതെല്ലാം ഉൾച്ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ഈ ഒരു പെർട്ടിക്കുലർ രസ ഫോം ചെയ്യുന്നത്. ഇനി നോക്കാം. ബൈലിംഗ്വൽ നാച്ചറാണ് ഈ ഒരു ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമയിൽ ബൈലിംഗ്വൽ നാച്ചർ. ബൈലിംഗ്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസ് ഓഫ് 2 ലാംഗ്വേജസ് കേട്ടോ. 2 ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈലിംഗ്വൽ നാച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഡ്രാമയിൽ 2 ലാംഗ്വേജസ് യൂസ് ചെയ്തിരുന്നു. എന്താണ്? ദ പ്രൊട്ടാഗണിസ്റ്റ് സ്പോക്ക് സാൻസ്ക്രിറ്റ്. അതായത് പ്രൊട്ടാഗണിസ്റ്റ്, ആ ഒരു പ്ലേയിലെ മെയിൻ ക്യാരക്ടർ എന്താണ്? അത് അപ്പർ ക്ലാസ്സിലുള്ള ആളുകളായിരിക്കും, ബ്രാഹ്മിൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ക്ഷത്രിയാസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു അപ്പർ ക്ലാസ്സിലുള്ള ആളുകളായിരിക്കും മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ട് വരുന്നത്. ദേ സ്പോക്ക് സാൻസ്ക്രിറ്റ് ലാംഗ്വേജ്. അവർ സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് ആണ് അവർ സ്പീക്ക് ചെയ്തിരുന്നത്. ക്യാരക്ടേഴ്സ് ഫ്രം അതർ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി, അതായത് സോൾജിയേഴ്സ്, ചിൽഡ്രൻ, വിമൻ, സെർവൻസ് എക്സെട്ര സ്പോക്ക് ഡിഫറെൻറ്റ് പ്രാകൃത ലാംഗ്വേജസ്. അപ്പോൾ മറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഈ പ്രൊട്ടാഗണിസ്റ്റ് ഒഴികെ മറ്റ് ക്യാരക്ടേഴ്സ്, സൊസൈറ്റിയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള പല ക്യാരക്ടേഴ്സും ഒരു ഡ്രാമയിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അത് സെർവൻസ് ആയിരിക്കാം, സോൾജിയേഴ്സ് ആയിരിക്കാം, വിമൻ, ചിൽഡ്രൻ, ഇവരൊക്കെ എന്താണ്? മറ്റ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ അവരെന്താണ്? ദേ സ്പോക്ക് ഡിഫറെൻറ്റ് പ്രാകൃത ലാംഗ്വേജസ്. അതായത് അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോക്കൽ ലാംഗ്വേജസ് ആണ് അവർ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു സമയം എന്താണ്? ഈ പ്രൊട്ടാഗണിസ്റ്റുകൾ എന്താണ് യൂസ് ചെയ്യുന്നത്? അവർ സാൻസ്ക്രിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ
ഒരേ സമയം ഒരു ഡ്രാമയിൽ സാൻസ്ക്രിറ്റും അതുപോലെ തന്നെ പ്രാകൃത ലാംഗ്വേജും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് സാൻസ്ക്രിറ്റ് ഡ്രാമയിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നത്, ബൈലിംഗ്വൽ നാച്ചർ കാണാൻ സാധിക്കുന്നത്. ഇനി നോക്കാം, ഓഡിയൻസ് വാസ് മോസ്റ്റ്ലി സ്ട്രിക്റ്റഡ് ടു അപ്പർ ക്ലാസ്സസ്. അപ്പോൾ ഈ ഒരു ഡ്രാമ കാണാനൊന്നും ലോവർ ക്ലാസ്സിലുള്ള ആളുകൾക്ക് അനുമതി ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് അവിടെ ഈ ഒരു ഓഡിയൻസ് എന്താണ്, ദേ വർ മോസ്റ്റ്ലി റെസ്ട്രിക്റ്റഡ്. ഓഡിയൻസ് വളരെ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. അപ്പർ ക്ലാസ്സിലുള്ള ആളുകൾക്ക് മാത്രമാണ് ഓഡിയൻസ് ആയിട്ട് അവിടെ എൻട്രി ഉണ്ടായിരുന്നത്. No prohibitions on female actors. ഫീമെയിൽ ആക്ടേഴ്സിന് എന്തുണ്ടായിരുന്നില്ല, പ്രൊഹിബിഷൻസ് ഉണ്ടായിരുന്നില്ല. യൂറോപ്യൻ ഡ്രാമയിലൊക്കെ നമുക്ക് ഫീമെയിൽ ആക്ടേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നില്ല. ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും, പക്ഷേ ഫീമെയിൽ ആക്ടേഴ്സ് ഇറ്റ് വാസ് പ്രൊഹിബിറ്റഡ്. പക്ഷേ ഇന്ത്യൻ ഡ്രാമയിൽ, ഈ ഒരു സാൻസ്ക്രിറ്റ് ഡ്രാമയിൽ എന്താണ്, ഫീമെയിൽ ആക്ടേഴ്സിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. Then Sanskrit plays are still written and performed in India. ഇപ്പോഴും എന്താണ്, ഇന്ത്യയിൽ സാൻസ്ക്രിറ്റ് ഡ്രാമാസ് എന്ത് ചെയ്യുന്നുണ്ട്, എഴുതപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ അത് പെർഫോം ചെയ്യുന്നുണ്ട്. ഈ ഒരു സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് ഇപ്പോൾ നമ്മൾ ആരും അധികം യൂസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും എന്താണ്, ഇപ്പോൾ സാൻസ്ക്രിറ്റ് ഡ്രാമയെ കുറിച്ചിട്ട് ലിറ്ററേച്ചറിലൊക്കെ സാൻസ്ക്രിറ്റ് ഡ്രാമയെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് പഠനങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോഴും എന്താണ്, സാൻസ്ക്രിറ്റ് ഡ്രാമ എഴുതുകയും പെർഫോം ചെയ്യുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിൽ 3 എക്സാമ്പിൾസ്, 3 ആളുകളുടെ പേര്, 3 സാൻസ്ക്രിറ്റ് പ്ലേ റൈറ്റ്സിന്റെ പേര് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാണ്, മൻമോഹൻ ആചാര്യ, വിദ്യാധർ ശാസ്ത്രി, പ്രഫുല്ല കുമാർ മിശ്രയൊക്കെ എന്താണ്, സാൻസ്ക്രിറ്റ് പ്ലേ റൈറ്റ്സ് ആണ്. അവർ ഇന്നും എന്താണ്, ഈ ഒരു സാൻസ്ക്രിറ്റ് പ്ലേസ് അവർ റൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് സാൻസ്ക്രിറ്റ് ഡ്രാമയെ കുറിച്ച് പറയുന്നത്. അതായത് ഒരു എൻ്റർടൈൻമെൻറ്റും അതുപോലെ തന്നെ പ്ലഷറും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല സാൻസ്ക്രിറ്റ് ഡ്രാമയുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. എന്താണ്, ഇൻസ്ട്രക്ഷൻ, വെൽത്ത്, ജസ്റ്റിസ്, സ്പിരിച്വൽ ലിബറേഷൻ ഒക്കെ ഈ ഒരു ഡ്രാമയുടെ ലക്ഷ്യമായിട്ട് പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ടുള്ളത് ഭരതമുനിയാണ്. അദ്ദേഹത്തിൻ്റെ നാട്യശാസ്ത്രത്തിലാണ് പറയുന്നത്. ഇന്ത്യൻ ഡ്രാമയിൽ എന്തില്ല, ട്രാജഡീസ് ഇല്ല. കാരണം ഇന്ത്യൻ കോസ്മോളജി പ്രകാരം എന്താണ്, ഡെത്ത് ഈസ് നോട്ട് ദ എൻഡ്. ഡെത്ത് ഒരിക്കലും എൻഡ് ആയിരുന്നില്ല. ഇറ്റ് ഈസ് ഫ്രം ദ ലിബറേഷൻ, അല്ലെ, ലിബറേഷൻ ഫ്രം ദ ലൈഫ് സർക്കിൾ ആണ്. ദെൻ രസ പറഞ്ഞിട്ടുണ്ട്, വിഭാവ, അനുഭാവ, വ്യഭിചാരി ഭാവ, സ്ഥായി ഭാവ, ഇതൊക്കെ ചേർന്നിട്ടാണ് രസ. അതായത് രസ എന്ന് പറഞ്ഞാൽ ഇമോഷണൽ റെസ്പോൺസ് ആണ്. ഓഡിയൻസിൻ്റെ ഇമോഷണൽ റെസ്പോൺസിനെയാണ് രസ എന്ന് പറയുന്നത്. ബൈലിംഗൽ നാച്ചർ നമ്മൾ പറഞ്ഞു. പ്രൊട്ടാഗനിസ്റ്റുകൾ സാൻസ്ക്രിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതർ ക്യാരക്ടേഴ്സ് പ്രാകൃത ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ എന്താണ്, ഓഡിയൻസിനെ മോസ്റ്റ്ലി റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. അപ്പർ ക്ലാസ്സിന് മാത്രമാണ് അവിടെ എൻട്രി ഉണ്ടായിരുന്നത്. ഫീമെയിൽ ആക്ടേഴ്സിന് പ്രൊഹിബിഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോഴും എന്താണ്, ഈ ഒരു സാൻസ്ക്രിറ്റ് പ്ലേസ് റൈറ്റ് ചെയ്യുന്നുണ്ട്, പെർഫോം ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള പ്ലേ റൈറ്റ്സ് ആണ് മൻമോഹൻ ആചാര്യ, വിദ്യാധർ ശാസ്ത്രി, പ്രഫുല്ല കുമാർ മിശ്ര.